ക്യാമറമാനെ ഒന്ന് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാലേ പരീക്ഷയ്ക്ക് പാസ്സായി സർക്കാർ ജോലി കിട്ടാൻ പറ്റത്തില്ല. അതാണ്ട് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഹീലിയം 4 ഉം 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സീരീസ് ആയിട്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ട്രിക്ക് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നതാണ്ട് 2 എന്നും 4 എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അതിന്റെ അറ്റോമിക് നമ്പറും ഒന്ന് അതിന്റെ മാസ് നമ്പറുമാണ്. അപ്പൊ ആദ്യം നമുക്ക് അറ്റോമിക് നമ്പർ പഠിക്കാം. അറ്റോമിക് നമ്പർ എപ്പോഴും ആറ്റത്തിന്റെ താഴെയായിരിക്കും എഴുതുന്നത്. എന്താണ് താഴെ വരുന്നത്? അറ്റോമിക് നമ്പർ ആണ്. എന്താണ് ഇനി അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പറിനെ നമ്മൾ എളുപ്പത്തിന് ഇസഡ് എന്നുള്ള പേരിട്ടാട്ടോ വിളിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ്. പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ ആകെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ഇവിടെ, അപ്പം ഈ 2 എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്താണ്?